നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ് അധ്യക്ഷനായുള്ള അവസാനത്തെ കൗൺസിൽ യോഗം നാടകീയ രംഗങ്ങൾക്ക് സാക്ഷിയായി. ഭരണപക്ഷ കൗൺസിലർ വത്സൻ ചമ്പക്കരയെ സസ്പെൻഡ് ചെയ്തു. വത്സൻ ചമ്പക്കരയോട് വിശദീകരണം തേടുമെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ. കടമായി നൽകിയ സ്വർണ്ണവള തിരികെ ചോദിച്ച യുവതിയെ ആക്രമിച്ച കേസിൽ കൊടുങ്ങല്ലൂർ സ്വദേശി അറസ്റ്റിൽ. കാട്ടാക്കുളം എടമുട്ടത്ത് വീട്ടിൽ കൃഷ്ണൻ ബാബുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂരിൽ 22 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട് വള്ളക്കടവ് സ്വദേശി ഹക്കീമിനെയും യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച കേസിൽ എടവിലങ്ങ് കൊണ്ടിയാറ സഹിൻ ദേവിനെയും അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ് അധ്യക്ഷനായുള്ള അവസാനത്തെ കൗൺസിൽ യോഗം നാടകീയ രംഗങ്ങൾക്ക് സാക്ഷിയായി. ഭരണപക്ഷ കൗൺസിലറായ വത്സൻ ചമ്പക്കരയെ ചെയർമാൻ സസ്പെൻഡ് ചെയ്തു. തുടർന്ന് വത്സൻ ചമ്പക്കര അനിശ്ചിതകാല സമരം ആരംഭിച്ചു. അജണ്ടകൾ ചർച്ചയ്ക്കെടുക്കും മുമ്പേ തന്റെ വാർഡിലെ മോഡൽ റോഡിന്റെ നിർമ്മാണം നിർത്തിവെച്ചത് സംബന്ധിച്ച വിഷയം വത്സൻ ചമ്പക്കര ചോദ്യം ചെയ്തു. അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയം ചർച്ച ചെയ്യാനാകില്ലെന്ന നിലപാട് ചെയർമാൻ സ്വീകരിച്ചതോടെ വത്സൻ മുദ്രാവാക്യം വിളികളുമായി ചെയർമാന്റെ ചേംബറിന് മുന്നിലെത്തി. ഇതോടെ യോഗത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന വത്സനെ സസ്പെൻഡ് ചെയ്തതായി ചെയർമാൻ അറിയിച്ചു. വത്സനെ പിടിച്ചു പുറത്താക്കാൻ ചെയർമാൻ നിർദ്ദേശം നൽകിയത് സ്വതന്ത്ര കൗൺസിലർ VJ ജോർജി ചോദ്യം ചെയ്തു. പിടിച്ചു പുറത്താക്കണമെന്ന ചെയർമാന്റെ നിലപാടിനെതിരെ ജോർജി പ്രതികരിച്ചതോടെ യോഗം ബഹളമയമായി. ഭരണപക്ഷ അംഗങ്ങളും ജോർജിയുമായി നടന്ന വാക്കേറ്റം അരമണിക്കൂറോളം നീണ്ടു. ഇതിനിടെ ബെല്ലടിച്ച ചെയർമാൻ യോഗം പിരിച്ചുവിട്ടു. നഗരസഭയിലെ വിവിധ വികസന പദ്ധതികളിൽ 3-ാം വാർഡ് 4-ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്ത് പോട്ടച്ചിറ റോഡിൻ്റെ മോഡൽ റോഡിൻ്റെ പണികളുമായി ബന്ധപ്പെട്ട് 20 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ഈ പ്രോജക്റ്റിൻ്റെ കഴിഞ്ഞ വർഷവും പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ പ്രോജക്റ്റ് എൻ്റെ വാർഡും 4-ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്ത് കൂടിയാണ് കടന്നുപോയത്. അതിനെ തുടർന്ന് ഈ വർഷം അത് തെക്ക് ഭാഗത്തുനിന്ന് തുടങ്ങണമെന്ന് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ആ അഭിപ്രായത്തോട് ഞാൻ 100% യോജിപ്പായിരുന്നു. പക്ഷേ ചെയർമാൻ അത് സമ്മതിച്ചില്ല. ചെയർമാൻ പറഞ്ഞു, ഒരു റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായിട്ട് വേണം അടുത്ത ടാറിങ് എന്നാണ് പറഞ്ഞത്. അതിൽ ഞാൻ ഇടപെട്ടൊന്നുമില്ല. പക്ഷേ നഗരസഭയിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ പോയി, ഓവർസിയർ പോയി അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് എടുക്കുകയും ആ എസ്റ്റിമേറ്റ് ടെൻഡർ ചെയ്യും. ആ ടെൻഡർ നടപടികൾ ആരും എടുത്തില്ല. ഇപ്പോൾ ഓഫർ വന്നിരിക്കുക. അടുത്ത ദിവസം ആ ഓഫർ എടുക്കാൻ കരാറുകാർ തയ്യാറായി വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ചെയർമാൻ വത്സൻ ചമ്പക്കരയോട് UDF പാർലമെന്ററി പാർട്ടി വിശദീകരണം തേടുമെന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പൻ. മറുപടി ലഭിച്ചതിന് ശേഷം തുടർ നടപടി സ്വീകരിക്കും. തീരുമാനമാകുന്നതുവരെ പാർലമെന്ററി യോഗത്തിൽ പങ്കെടുപ്പിക്കില്ല. പാർട്ടി നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച് കത്ത് നൽകും. ചാലക്കുടി നഗരസഭാ കൗൺസിലിനും പുറത്തും സ്ഥിരമായി അച്ചടക്ക ലംഘനവും പാർട്ടിയുടെ ശോഭ കെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുന്നതിനാലാണ് അടിയന്തര യോഗം ചേർന്ന് വത്സനെതിരെ തീരുമാനമെടുത്തതെന്ന് ലീഡർ പറഞ്ഞു. അതിന്റെ ഭാഗമായി അതിന് ഭരണസമിതിക്ക് ഒട്ടേറെ നഷ്ടങ്ങളും സമൂഹത്തിന് മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്, മോശപ്പേരും ഉണ്ടായിട്ടുണ്ട്. പറയുന്ന കാരണങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിന് വ്യക്തിപരമായി ചില താല്പര്യങ്ങളൊക്കെ ഉള്ള, ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ വാർഡുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ആവാം. പക്ഷെ അത് പറയുമ്പോൾ തന്നെ പൊതുവായി പാർലമെന്ററി പാർട്ടിയുടെ അഭിപ്രായവും തീരുമാനം മാനിച്ചാണ് ഏതൊരു ജനപ്രതിനിധിയും പൊതുസ്ഥലങ്ങളിൽ അത്തരം കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്യാം. പക്ഷെ പല ആവർത്തി വത്സന ചമ്പക്കരയോട് മുൻഘട്ടങ്ങളിലും പാർലമെന്ററി പാർട്ടിയിലൊക്കെ ഇത് സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള വിഷയമാണ്. എന്നിട്ടും ഇന്ന് അത് തുടർച്ചയായി അതിന്റെ അങ്ങേയറ്റത്തെ ഒരു മോശമായ പെരുമാറ്റമാണ് ഇന്ന് കൗൺസിൽ യോഗത്തിൽ വത്സൻ ചമ്പക്കരയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത് പാർലമെന്ററി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ മോശമുണ്ടാക്കുന്ന, സമൂഹത്തിന് മുമ്പിലും പൊതുസമൂഹത്തിന് മുമ്പിലും അങ്ങേയറ്റം മോശമുണ്ടാക്കുന്ന, ഈ ഭരണസമിതിക്ക് അങ്ങേയറ്റത്തെ മോശമുണ്ടാക്കുന്ന വിഷയങ്ങളാണ്. പ്രത്യേകിച്ചും ഇന്ന് അദ്ദേഹം അവിടെ സംസാരിച്ച വിഷയം കടമായി നൽകിയ സ്വർണ്ണവള തിരികെ ചോദിച്ചതിന് ബന്ധുവായ യുവതിയെ ആക്രമിച്ച കേസിൽ കൊടുങ്ങല്ലൂർ സ്വദേശി അറസ്റ്റിലായി. കാട്ടാക്കുളം എടമുട്ടത്ത് വീട്ടിൽ 45 വയസ്സുള്ള കൃഷ്ണൻ ബാബുവിനെയാണ് കൊടുങ്ങല്ലൂർ SI സലീം അറസ്റ്റ് ചെയ്തത്.
തന്റെ സഹോദരിക്ക് വായ്പയായി നൽകിയ വള തിരികെ ചോദിച്ച ബന്ധുവായ സ്ത്രീയെ ഇയാൾ മുഖത്തടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. പ്രൊബേഷൻ SI വൈഷ്ണവ്, CPO ബിനിൽ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിൽ 22 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി അറസ്റ്റിൽ. ഇതോടെ ഈ കേസിൽ 4 പേർ പിടിയിലായി. തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശി ഹക്കീമിനെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറസ്റ്റ് ചെയ്തത്. ഇയാളെ കൊടുങ്ങല്ലൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ഗ്രേഡ് SI സെബി, CPOമാരായ അഖിൽ, ബിനിൽ, ജോസഫ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കഞ്ചാവ് കടത്താനായി സ്വിഫ്റ്റ് കാർ സംഘടിപ്പിച്ചു നൽകിയത് ഹക്കീമാണെന്ന് പോലീസ് പറഞ്ഞു. കഞ്ചാവ് കടത്തിയ തിരുവനന്തപുരത്ത് താമസക്കാരനായ എറണാകുളം ഉദ്യോഗമണ്ഡൽ സ്വദേശി ജയേഷ്, തൊടുപുഴ സ്വദേശി അൻസൽ, ഇവർക്ക് പണം നൽകിയ വള്ളക്കടവ് സ്വദേശി നാസർ എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. പ്രവാസി സംഘം അന്നമനട ടൗൺ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാസി സംഗമവും ക്രിസ്തുമസ് നവോത്സര ആഘോഷവും സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി കരോൾ ഗാന മത്സരം, ഗാനസന്ധ്യ, ക്രിസ്തുമസ് സമ്മാന വിതരണം എന്നിവ നടന്നു. പ്രവാസി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വിദേശത്ത് കഴിയുന്നവരെങ്ങനെയാണ് കഴിയുന്നത്, അവരെത്രത്തോളം ബുദ്ധിമുട്ടുന്നു, അവർ നാട്ടിലെങ്ങനെയാണ് ചെറിയ സമ്പാദ്യമെങ്കിലും നാട്ടിൽ അവരുടെ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെ ഇവിടെ വിശദീകരിച്ചു, നമ്മൾ കേട്ടു. ഇതൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യം നമ്മുടെ നാട്ടിൽ പൊതുവേ അറിയില്ല, നമ്മുടെ വീട്ടുകാർക്ക് പോലും. ഒരു പ്രവാസി അവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ പോലും അറിയുന്നില്ല. ആ നിലയിലാണ് നമ്മുടെ പ്രവാസത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കേരള പ്രവാസി സംഘത്തിൻ്റെ ഉദയം ഇത്തരത്തിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇവിടുത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും അതിനെന്തെങ്കിലും പരിഹാരം കാണാൻ സാധിക്കുമോ എന്നുള്ള കാര്യം തിരക്കാനും അന്വേഷിക്കാനുമൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അതിനുശേഷമാണ്. 2002 ഒക്ടോബർ 19 ശേഷമാണ്. സിനിമാ താരങ്ങളായ കലാഭവൻ നാരായണൻകുട്ടി, അഞ്ജലി സത്യനാഥ്, പ്രാർത്ഥന സന്ദീപ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, MK ശശിധരൻ, പ്രവാസി സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ഹക്ക്, താജുദ്ദീൻ അയ്യാരിൽ, ബഷീർ തെക്കത്ത് എന്നിവർ സംസാരിച്ചു. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ ഇന്ത്യൻ പാർലമെന്റിൽ അപമാനിച്ചതിൽ പുലയർ മഹാസഭ പിണ്ടാണി കരിങ്ങാച്ചിറ ശാഖ വാർഷിക സമ്മേളനം പ്രതിഷേധിച്ചു. പുത്തഞ്ചിറ പിണ്ടാണി പടിഞ്ഞാറ് മിച്ചഭൂമി ലക്ഷം വീട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. KPMS തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം PK തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. KK വിജയൻ അധ്യക്ഷത വഹിച്ചു. PC ബാബു, വിനയൻ മംഗലപ്പള്ളി, UV വിശ്വനാഥൻ, TU കിരൺ, MP സുബ്രഹ്മണ്യൻ, ശിവദാസൻ മംഗലപ്പള്ളി, UD സജീവൻ, ബൈജു CV, PM മഹേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പൂപ്പത്തി ചുള്ളൂർ മണിയത്തുകാവിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടരുകയാണ്. 6ാം ദിവസം പൂതനാമോക്ഷം, കാളിയമർദ്ദനം, ഗോവിന്ദാഭിഷേകം, രാസക്രീഡ, കംസവധം, രുക്മിണി സ്വയംവരം എന്നിവയായിരുന്നു പാരായണ ഭാഗങ്ങൾ. കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. സപ്താഹ യജ്ഞം ഞായറാഴ്ച സമാപിക്കും. കൊടുങ്ങല്ലൂരിൽ യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. എടവലങ്ങ് സ്വദേശി കൊണ്ടിയാറ സാഹിൻ ദേവിനെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഡിസംബർ 13 പോളക്കുളത്ത് ബാറിന്റെ പരിസരത്തായിരുന്നു സംഭവം. കാട്ടാക്കുളം സ്വദേശി ഈശ്വരമംഗലത്ത് അരുൺ ദേവിനെയാണ് ഇയാൾ ഉൾപ്പെടെയുള്ള സംഘം ആക്രമിച്ചത്. SI സലിം, പ്രൊബേഷൻ SI വൈഷ്ണവ്, CPO ഗിരീഷ്, വിഷ്ണു എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു. നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി നഗരസഭാ ചെയർമാൻ AB ജോർജ് അധ്യക്ഷനായുള്ള അവസാനത്തെ കൗൺസിൽ യോഗം നാടകീയ രംഗങ്ങൾക്ക് സാക്ഷിയായി. ഭരണപക്ഷ കൗൺസിലർ വത്സൻ ചമ്പക്കരയെ സസ്പെൻഡ് ചെയ്തു. വത്സൻ ചമ്പക്കരയോട് വിശദീകരണം തേടുമെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ. കടമായി നൽകിയ സ്വർണ്ണവള തിരികെ ചോദിച്ച യുവതിയെ ആക്രമിച്ച കേസിൽ കൊടുങ്ങല്ലൂർ സ്വദേശി അറസ്റ്റിൽ. കാട്ടാക്കുളം എടമുട്ടത്ത് വീട്ടിൽ കൃഷ്ണൻ ബാബുവിനെയാണ് അറസ്റ്റ് ചെയ്തത്.
കൊടുങ്ങല്ലൂരിൽ 22 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട് വള്ളക്കടവ് സ്വദേശി ഹക്കീമിനെയും യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച കേസിൽ എടവിലങ്ങ് കൊണ്ടിയാറ സഹിൻ ദേവിനെയും അറസ്റ്റ് ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.